പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം കർത്താവിനെ ആരാധിപ്പാന് ദൈവം നമ്മളെ കൂട്ടിവരുത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ അന്ത്യകാലത്ത് മനുഷ്യന് പ്രത്യാശ എന്ന് പറയുന്നത് ദൈവസന്നിധിയിലാണ്. അനേകര് ഭയത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ജീവിതം തകർച്ചയിലായിരിക്കുകയാണ്. ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഭയം, സമാധാനമില്ലാതായിരിക്കുകയാണ്. ഇന്ന് പൽക്കാലം സമാധാനമുള്ള എത്ര പേരുണ്ട്? രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റിയ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. ഹബക്കൂക്ക് 2-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യം വായിക്കാം. എടുത്തോ? ചേർന്ന് വായിക്കാം. ഞാൻ കൊത്തളത്തിൽ നിന്നു കാവൽ കാത്തുകൊണ്ട് അവിടുന്ന് എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിനെ ദൃഷ്ടി വെക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. ഒന്നോട് പറഞ്ഞേ, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അത് സമയം തെറ്റത്തില്ല. പലരും പറയാണ്, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നത് സമയം തെറ്റത്തില്ല. അത് ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തെറ്റിപ്പോകുന്നത്, അതെങ്ങനെ താമസിക്കുന്നത്? ഇല്ലായ്മ എന്ന സകലത്തെ ഉളവാക്കിയവന്റെ ഓരോ വാക്കുകളും കേട്ട് അതനുസരിച്ച് ചെയ്യുവാനാണ് ഈ പ്രകൃതിയും ഈ ലോകവും ഈ യൂണിവേഴ്സ് മുഴുവൻ ഇരിക്കുമ്പോൾ സമയം തെറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. സമയം മുമ്പോട്ട് പോകത്തില്ല, സമയം തെറ്റത്തില്ല. ഹല്ലേലൂയ. അനേകരെ കണ്ണുനീരോട് പ്രാർത്ഥിച്ച വിഷയങ്ങള് ഈ വർഷത്തിന്റെ ആരംഭം തൊട്ട് ദൈവസന്നിധി വിശ്വാസത്തോട് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് സമയം തെറ്റത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ സമയം തെറ്റത്തില്ല. എൻ്റെ കാര്യത്തിൽ സമയം തെറ്റത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ ദർശനങ്ങള് സമയം തെറ്റത്തില്ല. ദൈവം നമുക്ക് തരുന്ന നമ്മുടെ സ്വപ്നങ്ങളെ, ആലോചനകളെ സമയം തെറ്റത്തില്ല. ദൈവം തരുന്നത് സമയം തെറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എവിടുന്നൊക്കെ കണ്ടുപിടിച്ച് ഒക്കെ പോയിട്ട് സമയം തെറ്റിയെന്ന് കർത്താവിനോട് പിന്നെ കംപ്ലൈന്റ് പറയരുത്. ദൈവസന്നിധി വെക്കാൻ സമയമില്ലാതെ ഓടി നടന്നിട്ട് ദൈവത്തോട് കംപ്ലൈന്റ് പറയരുത്. ദൈവം അവിടെ ഒരു കർത്താവ് അവിടെ ഒരു നമുക്കൊരു മാർഗരേഖ തരികയാണ്. എങ്ങനെയാണ് ഒരു ദർശനം, ഒരു കാര്യം സമയം തെറ്റാതെ നമ്മുടെ ജീവിതത്തിൽ എത്തിപ്പെടേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു മാർഗരേഖയാണ് വരുന്നത്. സദൃശവാക്യം 29-ാം അധ്യായത്തിന് 18-ാം വാക്യത്തിൽ പറയുന്നു, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ഒരു ദർശനമില്ലെങ്കിൽ, ഒരു പ്ലാൻ ഇല്ലെങ്കിൽ, മുമ്പോട്ട് പോകാൻ ഒരു പ്രത്യാശയില്ലെങ്കിൽ, നമ്മുടെ മുമ്പിൽ ഒരു സന്തോഷകരമായ എന്തെങ്കിലും ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള പോലെ നടക്കും. അല്ല, റിട്ടയർ ചെയ്യുന്നിടം വരെ ജോലിക്കാരെന്ത് ചെയ്യും? കൃത്യസമയത്ത് എണ്ണയ്ക്കും, കൃത്യസമയത്ത് ഫുഡ് വെക്കും. കാരണം ഫുഡുമായിട്ട് പോകണം, എല്ലാം കറക്റ്റാ. റിട്ടയർ ചെയ്ത് കഴിഞ്ഞോ? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുന്നത്? അല്ലെങ്കിൽ ഒരു ദിവസം ഹർത്താലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഒരു കാര്യം മര്യാദ വിട്ട് നടക്കും, അല്ലെ നമ്മുടെ ടൈം ടേബിൾ വിട്ട് നടക്കും. നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ, മുമ്പിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ലക്ഷ്യം അതിനാവശ്യം. അല്ല, കുട്ടികള് എക്സാം ഇല്ലായിരുന്നെങ്കിലോ, ഓണപരീക്ഷയില്ല, ക്രിസ്മസ് പരീക്ഷയില്ല, ഓൾ പാസ്, ചുമ്മാ സ്കൂളിൽ പോയി പഠിക്കുക, തിരിച്ചു വരുവാണെങ്കിലോ എത്ര പേർക്ക് അക്ഷരമെങ്കിലും അറിയാനുണ്ടാകും? എത്ര പേർക്ക് കൂട്ടാൻ അറിയാൻ പറ്റും? 10ാം ക്ലാസ്സോ 12 വരെ പഠിച്ചാലും ആർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും. കാരണം ആവശ്യമില്ല. പഠിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ, അതിനുവേണ്ടി ജീവിക്കാൻ ഒരു ആഗ്രഹം വരത്തുള്ളൂ. ഒത്തിരി പേര് പ്രാർത്ഥന വിഷയങ്ങളെ അല്ല ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ കുറച്ചു നാളൊക്കെ പ്രാർത്ഥിക്കാം.
പിന്നെ അത് കഴിയുമ്പോൾ ഒരു വലിയ പ്രശ്നം വരും. അത് കഴിയുമ്പോൾ ആദ്യത്തെ എല്ലാം മറന്നു പോകും. പിന്നെ അതാകും. പിന്നെ അത് ശരിയായി കഴിയുമ്പോൾ പിന്നെ ജീവിതത്തിൽ ഇനി എന്തിനാ പ്രാർത്ഥിക്കേണ്ടി ഒന്നും അറിയാതെ ആയിത്തീരാം. അപ്പൊ നമ്മുടെ ജീവിതത്തില് മരണം വരെയും നമുക്കൊരു എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ജീവിക്കുന്ന എന്തിനാണ്? ലക്ഷ്യമുണ്ടായിരിക്കണം. ഒന്നില്ലേ, ഞാൻ വയസ്സ് ചെല്ലുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. ഞാൻ രോഗിയായിട്ട് കിടക്കാൻ പാടില്ല. എൻ്റെ ദൈവം, എനിക്ക് രോഗിയായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് മരിക്കാൻ താല്പര്യം. അങ്ങനെ ആരെങ്കിലും ആഗ്രഹമുള്ളവരുണ്ടോ ഇവിടെ? എനിക്ക് രോഗിയായിട്ട് കിടക്കാൻ താല്പര്യമില്ല. എനിക്ക് അവസാനം വരെയും ആർക്കും കഷ്ടപ്പാടാകാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു ലക്ഷ്യം എനിക്കുണ്ടെങ്കിൽ, നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് എന്ത് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് രോഗം വരാതിരിക്കത്തില്ല. നമുക്കതൊരു ലക്ഷ്യമായി കഴിയുമ്പോൾ, നമുക്കതൊരു പ്രാർത്ഥനയായി കഴിയുമ്പോൾ അതിനുള്ള സ്റ്റെപ്പുകൾ കർത്താവ് നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ആരോഗ്യത്തെ പറ്റി ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത്, അല്ല പ്രസംഗത്തിലായിരിക്കും, അല്ലെ നമ്മൾ TV ഓണാക്കുമ്പോൾ അതേ കാര്യം തന്നെയായിരിക്കും അവിടെ പറയുന്നത്. ഇപ്പൊ ദൈവം അതിനുള്ള വഴികളെ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. നമുക്കൊരു ദർശനമുണ്ടെങ്കിൽ, നമുക്ക് അതിനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ല എങ്ങനെയെങ്കിലും. ഞാൻ ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, വയസ്സ് ചെല്ലുമ്പോൾ മക്കളൊന്നും നോക്കത്തില്ല, നമ്മൾ പിന്നെ എവിടെയെങ്കിലും പോയി കിടക്കേണ്ടി വരും, ഓൾഡ് ഏജ് ഹോമിൽ പോകേണ്ടി വരും. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. കാരണം അതാണല്ലോ ലക്ഷ്യം. മക്കളൊന്നും നോക്കത്തില്ല. മറ്റുള്ളവർ പറയുന്നത് എടുത്തു പറയുന്നതിന് പകരം എൻ്റെ മക്കൾ എന്നെ നോക്കും, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ദൈവം സഹായങ്ങൾ ചെയ്തു തരും, എന്തെങ്കിലുമൊക്കെ ദൈവം ക്രമീകരിക്കും, ഞാൻ അനാഥമായി ഇവിടെ പെട്ടുപോകത്തില്ല എന്നൊരു ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ മക്കളുമായിട്ട് നല്ല സ്നേഹത്തിൽ പോവാനും നല്ലൊരു ഇതിൽ പോവാനുള്ള കാര്യങ്ങൾ സെറ്റായി വരും. മക്കളെ എപ്പോഴും വഴക്കും പറഞ്ഞ് ചീത്തയും പറഞ്ഞിട്ട് ഒടുവിൽ അവർ നമ്മളെ നോക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ സമാധാനപരമായി അവരോട് ജീവിക്കാനുള്ള ജീവിതം നമുക്കുണ്ടാകാനുള്ള വഴികൾ ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു തരാം. പൈസ ഇല്ലമ്മ, എൻ്റെ പിള്ളേരുടെ ചോദിച്ച് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് പൈസ ഉണ്ടാകണം, അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെന്നൊരാഗ്രഹം നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? സേവിങ്സ് എങ്ങനെയായിരിക്കണം, എന്തെങ്കിലും അന്നേരം വരാൻ പെൻഷൻ പ്ലാൻ ഉണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ള ജ്ഞാനം ദൈവം തരുവാൻ തക്കവണ്ണം ഇടയാകും. ആത്മീയ ജീവിതം അവസാനം വരെ എനിക്ക് ശുശ്രൂഷകളെ ചെയ്യണം, ആത്മീയ കാര്യങ്ങളെ എനിക്ക് മുൻപന്തി നിൽക്കണം എന്നൊരാഗ്രഹം നമുക്ക് വരികയാണെങ്കിൽ ദൈവമാണ് അതിനെല്ലാം ക്രമീകരിച്ചത്. കാരണം നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ പിതാവ്. ആ പിതാവ് മക്കൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് പോലെ നമ്മുടെ മക്കൾ ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും എടുക്കാനായിട്ട് നമ്മുടെ പെർമിഷൻ ആവശ്യമുണ്ടോ? ഫ്രിഡ്ജിലിരിക്കുന്നത് വെള്ളം എടുത്ത് കുടിക്കാൻ, എന്താണ് എന്നോട് ചോദിക്കാതെ വെള്ളം എടുത്ത് കുടിച്ചതെന്ന് നമ്മൾ പറയുമോ? ഇല്ല. അവർക്കുള്ളതുപോലെ തന്നെ പിതാവിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വിസ്ഡം, ജ്ഞാനമാണ് ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം നമുക്ക് തരുന്നത്. ആ ജ്ഞാനത്തിൽ നിന്ന് നമുക്ക് അനേക കാര്യങ്ങളെ, എത്ര 60 വയസ്സാണെങ്കിലും ഇപ്പം 70 വയസ്സാണെങ്കിലും 80 വയസ്സാണെങ്കിലും ദൈവത്തിന് ജ്ഞാനം തരുകയാണെങ്കിൽ നമ്മുടെ ജീവിതം, ഇനിയുള്ള ജീവിതം സുഗമമായി പോകാൻ തക്കോണം ഇടയാകാം. അപ്പം അതിനാണ് ദർശനം നമുക്ക് ആവശ്യം. ഒരു ദൈവിക നമുക്കൊരു പ്ലാൻ നമുക്ക് ആവശ്യമാണ്. അപ്പോഴാണ് അതിൻ്റെ ദർശനങ്ങൾ, അതിൻ്റെ വഴികൾ ദൈവം നമുക്ക് തുറന്നു തരുന്നത്. എന്നാൽ ഒത്തിരി പേര് സ്വപ്നം കാണാൻ മറന്നു പോവുകയാണ്. ജീവിതാകുലങ്ങൾ, കഷ്ടതകളെല്ലാം വരുമ്പോൾ സ്വപ്നമെല്ലാം സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നുള്ള ആഗ്രഹമാണ്. ഒരു പ്രശ്നം ഉണ്ടായാൽ ബാക്കിയെല്ലാം മറന്ന പ്രശ്നത്തിന് പുറകെ പോകുന്നവരുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായാൽ ബാക്കി ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും മറന്നു പോകുന്നവരുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായാൽ ബാക്കി എല്ലാ ബന്ധങ്ങളെ മറന്നു പോകുന്നവരുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരായി തീരരുത്. പ്രശ്നം എപ്പോഴും ഉണ്ടാകും. ഒന്നുകിൽ ശുദ്ധീകരണമായിരിക്കും,
ഒന്ന് ചെത്തിവെടുപ്പാക്കിയെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മളെ അടുത്ത ലെവലിലേക്ക് കയറ്റാൻ ഒന്ന് കറക്റ്റ് ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ബാലശിക്ഷ കിട്ടിയെന്നിരിക്കും, ഒന്ന് എന്തെങ്കിലുമൊക്കെ തന്നെന്നിരിക്കും ചിലപ്പോഴൊക്കെ. എന്നും പറഞ്ഞാൽ എന്നും അങ്ങനെ ആകണമെന്നില്ല. നല്ല കാലങ്ങളുണ്ടാകും, സീസണുകൾ നമ്മുടെ ജീവിതത്തിൽ മാറി വന്നെന്നിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ സന്തോഷിക്കരുതെന്നും നമ്മുടെ സ്വപ്നങ്ങളെ മാറ്റി വെക്കണമെന്നും ഒന്നുമല്ല. അപ്പോഴും പ്രാർത്ഥനയിൽ ദൈവം നമുക്കൊരു ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ദൈവം ഭൂമി ഉണ്ടാക്കി, ആദാമിനെ ഉണ്ടാക്കിയപ്പം ചുമ്മാ ആദാമാവുകയും മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. നിങ്ങളൊക്കെ ജീവിച്ചോ എന്നല്ല പറഞ്ഞത്. അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സകലത്തെ വാഴണം. അതാ പറഞ്ഞത്, നിങ്ങൾ ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളെയും, വെള്ളത്തിലുള്ള സമുദ്രത്തിലുള്ള മത്സ്യങ്ങളെയും, ആകാശത്ത് പറക്കുന്ന പറവകളെയെല്ലാം വാഴണം. അവർക്കൊരു പ്ലാൻ കൊടുക്കുകയാണ്, ഒരു ജീവിതത്തിൽ ഒരു ദർശനം കൊടുക്കുകയാണ്. ഇത് വാഴണം. പിന്നെ ദൈവം ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതിനെ കാത്ത് സൂക്ഷിക്കണം, ഇതിനെ തോട്ടം കാക്കണം, ഇതെല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഒരു ലക്ഷ്യം അവർക്ക് കൊടുക്കുകയാണ്. അവരോട് പറയുകയാണ്, നന്മതിന്മ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഒരു നിയമം കൊടുക്കുകയാണ് അവർക്ക്, അത് ചെയ്യരുത്, ഞാൻ തരാം, അതുവരെ നിങ്ങളത് പറിച്ച് തിന്നരുത്. അപ്പൊ ഇങ്ങനെ അനേക കാര്യങ്ങളെ അവർക്ക് ആകെപ്പാടെ രണ്ടുപേരെ ഈ ലോകത്തുള്ളൂ, വലിയൊന്നും കൊടുക്കേണ്ട. എന്നിട്ട് പോലും ദൈവത്തിന്റെ ഓരോ ലക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തെ കൊടുത്ത് അവരുടെ ലക്ഷ്യങ്ങളാക്കി മാറ്റി, അവരുടെ ദർശനങ്ങളാക്കി മാറ്റി, അത് അവരുടെ ജോലിയാക്കി മാറ്റി അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവരെ മാത്രമല്ല, ബൈബിൾ ഉടനീളം നോക്കിയാൽ അങ്ങനെയാണ്. ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ആഗ്രഹം ഇപ്പം ദാവീദിന്റെ ആഗ്രഹമായി മാറി, എനിക്ക് രാജാവാകണം, എന്ത് വന്നാലും എനിക്ക് രാജാവാകണം. അപ്പൊ ദാവീദ് സൂക്ഷിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ ഒരു കുഴപ്പം കൊണ്ട് ഈ രാജപദവി എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അവിടെ സൂക്ഷിച്ച് അങ്ങോട്ട് ഓടി അവിടെ പോയി ഒളിച്ചിരുന്ന് എന്താണേലും എനിക്ക് രാജാവായേ പറ്റത്തുള്ളൂ. സ്വപ്നങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച ദൈവം നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കാനാ? നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ മക്കൾക്ക് എങ്ങനെ നമ്മൾ അനുഗ്രഹം കൈമാറുന്നത്? അതുകൊണ്ട് ദൈവത്തിന്റെ സ്വപ്നം നമ്മുടെ സ്വപ്നമായി തീരുക. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ സ്വപ്നങ്ങളായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. യോസഫിന് ഒരു സ്വപ്നം കൊടുത്തു. ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു, ജോസഫിന്റെ ആഗ്രഹമായി മാറി. പിന്നെ യോസഫിന്റെ ആഗ്രഹമായി മാറി. അപ്പനും അമ്മയെ എന്താണേലും നമസ്കരിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ അതിന് എന്ത് വന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ സൂക്ഷിക്കും, എനിക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന കാണണം. ഇതുപോലെ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞതാണ് ഈ കാര്യം, അതെനിക്ക് എന്ത് വന്നാലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എനിക്ക് കാണണം. ഞാൻ അതിനുവേണ്ടി സൂക്ഷിക്കും. എൻ്റെ മക്കളെ ഇന്ന രീതിയിൽ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞതാണ്. അത് അവരുടെ ജീവിതത്തിൽ വരുന്നത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വരുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ദൈവത്തിന്റെ വിസ്ഡം, ആ ഒരു ജ്ഞാനം, അത് വളർന്ന് വർദ്ധിച്ചു വരുവാനുള്ള ജ്ഞാനം നമുക്ക് ദൈവം അങ്ങനെയാണ് നൽകി തരുന്നത്. ഈ സ്വപ്നം തകർത്ത് കളഞ്ഞ അനേകരുണ്ട്. ശൗല് ദൈവത്തിന്റെ സ്വപ്നമൊക്കെ ഏറ്റെടുത്ത് രാജാവായതാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴോ ആ സ്വപ്നമെല്ലാം മാറ്റിവെച്ച് പിന്നെ ജനങ്ങളിൽ പറയുന്ന കേൾക്കാൻ തുടങ്ങി, സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങി. ശൗലിന് അനുഗ്രഹം അങ്ങ് നഷ്ടപ്പെട്ടു പോകാനിടയായി. ശിംശോനെ അനേകരെ ഈ ബൈബിള് വായിച്ചാൽ ദൈവത്തിന്റെ സ്വപ്നം കൊടുത്ത് അവരെ ആക്കി. ചിലരത് നേടിയെടുത്തു, കഷ്ടത സഹിച്ച് എത്ര വന്നാലും പിടിച്ചു നിന്ന് ഒരു വിധത്തിൽ നീന്തി ശ്വാസം മുട്ടി മുങ്ങിയാലും തിരിച്ച് പൊങ്ങി വന്ന് ഏത് തരത്തിലും ദൈവത്തിന്റെ സ്വപ്നത്തോട് നിന്നു. ചിലര് ദൈവത്തിന്റെ സ്വപ്നത്തെ തള്ളിക്കളഞ്ഞിട്ട് അവനവന് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു. ഇത് നമ്മുടെ ചോയ്സാണ്. അതനുസരിച്ചാണ്. പിന്നീട് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ തക്കോണം ഇടയാകുന്നത്. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ ഹബക്കൂക്ക് എന്ന പ്രവാചകൻ പറയുകയാണ്, അദ്ദേഹം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ അദ്ദേഹം ഇസ്രായേലിനെ പറ്റി ഭയങ്കര ആഗ്രഹമായിരുന്നു.
ആ രാജ്യം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം എന്നെല്ലാം ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ അവിടെയുള്ള ജനങ്ങളെ സമൃദ്ധിയുടെ നടുവിൽ പല കാര്യങ്ങളാൽ വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തെ സേവിക്കാതെയായി, പ്രാർത്ഥനയ്ക്ക് പോകാതെയായി, അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന കണ്ടപ്പോൾ ഹബക്കൂക്ക് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അവർക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഉത്തരവൊന്നും വരുന്നില്ല. ഹബക്കൂക്ക് ഇങ്ങനെ ആഗ്രഹിക്കുക, ദൈവം ഇപ്പോൾ സംസാരിക്കും, ഞാനൊരു പ്രവാചകനല്ലേ. നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹം അതല്ലേ, ദൈവം ഇപ്പോൾ സംസാരിക്കും, വെള്ളിയാഴ്ച സംസാരിക്കും, അല്ലെ നമ്മൾ ഓർക്കും ഞായറാഴ്ച എന്താണേലും സംസാരിച്ചിരിക്കാം. അത് നടന്നില്ല, നമ്മൾ പറയാം എന്നാൽ ഞാൻ ചൊവ്വാഴ്ച ഉപവാസം എടുക്കും, അന്ന് എന്താണേലും സംസാരിച്ചിരിക്കാം. ഇങ്ങനെ പല ചൊവ്വാഴ്ചയായി, വെള്ളിയാഴ്ചയായി, ഞായറാഴ്ചയായി ഈ വിഷയത്തെ പറ്റിയൊന്നും കേൾക്കുന്നില്ല. ഒരു കാര്യത്തെ പറ്റി നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നിരാശയാവും, സങ്കടമാകും. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ ആഴം എത്രയാന്നുള്ളത്. ചിലർക്ക് പിറുപിറുപ്പാകും, കംപ്ലൈന്റിങ് ആവും. ചിലർക്ക് എന്താ ദൈവം മിണ്ടാത്തത്, എന്തുകൊണ്ടാ ദൈവം ഇവിടെ? ഹബക്കൂക്ക് എത്രത്തോളം ഒന്നിൻ്റെ ഒന്നില്ല, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും അവിടുന്ന് കേൾക്കാതിരിക്കുകയും ചെയ്യും. എത്ര നാൾ പ്രാർത്ഥിക്കണം? ചിലതൊക്കെ നമ്മൾ 6 മാസമായി പ്രാർത്ഥിക്കുന്നു, 1 വർഷമായി, 2 വർഷമായി, ചിലതൊക്കെ ഇനി മരിക്കുന്നിടം വരെ പ്രാർത്ഥിക്കണമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് പ്രാർത്ഥന വിഷയങ്ങൾ ചിലതൊക്കെ പോകുന്നത് കണ്ടാൽ തോന്നും. അപ്പം നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന, അയ്യം വിളിക്കുന്ന, എത്ര നാളാ കർത്താവേ എന്താ ഇങ്ങനെ കേൾക്കാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ദൈവത്തിന്? ഞാൻ എത്ര നാളായി സേവിക്കുന്നു, വെളിച്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്ത എത്ര പേരുണ്ട്? ഞങ്ങളൊക്കെ എത്ര നാളായിട്ട് വരുന്നു, ഞങ്ങളോടൊന്ന് ഞങ്ങളുടെ വിഷയത്തിനൊരു മറുപടി തരണ്ടേ? ഇതാണ് ഹബക്കൂക്കിന്റെ പ്രശ്നം. ദൈവം കേൾക്കുന്നില്ല, പറയുന്നില്ല, മറ്റുള്ളവർ വിചാരിക്കും. അപ്പം പിന്നെ നമുക്ക് ടെൻഷൻ, ഇനിയിപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും? അവരിനി വിചാരിക്കത്തില്ല ഞങ്ങൾ ദിവസത്തിൽ 7 ദിവസം അങ്ങോട്ട് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥന, പക്ഷെ ഉത്തരവില്ല. അപ്പൊ ഈ വിഷമങ്ങളെല്ലാം നിറഞ്ഞ ഹബക്കൂക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഹബക്കൂക്കിനോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. അങ്ങനെ ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. 2:1 വാക്യത്തിൽ എൻ്റെ ആവലാതി നിമിത്തം എന്തുത്തരം തരുമെന്ന് കാണേണ്ടതിന് ദൃഷ്ടി വെച്ചു. എന്ന് വെച്ചാൽ ഉപവാസവും പ്രാർത്ഥന എടുത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുകയാണ്. കംപ്ലൈനിങ് സ്പിരിറ്റ്, അത് സ്പിരിറ്റാ സത്യം പറഞ്ഞാൽ. നമ്മൾ ഉത്തരം താമസിക്കുമ്പം അടുത്ത കംപ്ലൈന്റ്, അതൊരു സ്വഭാവ സത്യത്തിൽ ശീലമാണ്, നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. നമുക്ക് പിന്നെ എല്ലാത്തിനും കംപ്ലൈൻറ്റാ. ദൈവത്തെ കംപ്ലൈൻറ്റ്, വീട്ടുകാരെ കംപ്ലൈൻറ്റ്, ജോലി ചെയ്യാൻ പോയാൽ അവിടുത്തെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ജോലി ചെയ്യാൻ പോയാൽ അവിടുത്തെ മാനേജറിനെ പറ്റി കംപ്ലൈൻറ്റ്, കൂടെ ജോലി ചെയ്യുന്നവരെ കംപ്ലൈൻറ്റ്. ബസ് കയറിയാൽ ആ ബസ് പഴയ ബസ്, പ്രൈവറ്റ് ബസ്സാണെങ്കിൽ പഴയ ബസ്സാണ്, അതെല്ലാം തുരുമ്പിച്ചു പോയി, അതിനെപ്പറ്റി കംപ്ലൈൻറ്റ്. പിന്നെ നമ്മുടെ റൂട്ടിൽ ബസ് ഇടുന്നില്ല, അതൊരു കംപ്ലൈൻറ്റ്. കംപ്ലൈൻറ്റിൽ നമ്മൾ ആ ശീലം മാറ്റിയില്ലെങ്കിൽ നമുക്കെല്ലാം കംപ്ലൈൻറ്റാണ്. പിന്നെ ഗവൺമെന്റിനെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല നമ്മളോട്. എന്തുകൊണ്ടാണ് നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ ബ്ലഡിനകത്ത് ഈ ശീലം ഉള്ളത് കൊണ്ടാണ്. എങ്ങനെ വന്നെന്ന് വെച്ചാൽ, നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിന്ന ആൾക്കാരായിരുന്നു ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാം കംപ്ലൈൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടത്തുള്ളൂ. ഈ ബ്രിട്ടീഷുകാർ വളരെ മോശമായിട്ടാണ് ഇവിടെയുള്ള ജനങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. സമരം ചെയ്യണം, അങ്ങനെയല്ലേ മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ സമരം ചെയ്താലേ അവർക്ക് ആഹാരം കിട്ടത്തുള്ളൂ. എന്താണേലും ഈ കംപ്ലൈൻറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ, അല്ലാതെ ഒന്നും തരത്തില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മുടെ രക്തത്തിനകത്ത് കംപ്ലൈൻറ്റ് ചെയ്യുക എന്നുള്ള ആഗ്രഹം വന്നതുകൊണ്ടാണ് ഈ കമ്പനികളിലെല്ലാം സമരങ്ങളെ വീണ്ടും കംപ്ലൈൻറ്റ്. സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യക്ക്, സമരമൊന്നും ചെയ്യേണ്ട, പക്ഷെ എന്നാലും നമുക്ക് സമരം ചെയ്യണം. സ്കൂളിൽ സമരം, കോളേജിൽ സമരം, സ്ഥാപനങ്ങളിൽ സമരം, കാരണം ഇത് നമ്മുടെ ബ്ലഡിനകത്തുള്ളത് കൊണ്ടാണ്. ഇത് ഒരു ദൈവ പൈതല് മനസ്സ് പുതുക്കണം. ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറിയാൽ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്കൊരു അനുഗ്രഹം കിട്ടി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകത്തുള്ളൂ. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന അനേക സംസാര ശൈലികളുണ്ട്. ഇപ്പോൾ ഒരു അസുഖം വന്നെന്നിരിക്കട്ടെ,
ഇപ്പം എനിക്ക് ഡയബറ്റീസ് വന്നാൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താ? ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ട്. എനിക്കൂടെ ഉള്ളായിരുന്നു വരാൻ, എനിക്കും വന്നു. അത് വലിയ കാര്യമൊന്നുമല്ല, അതൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ട്. കാരണം ആ ശൈലിയും നമ്മളിവിടെ ഉള്ളതാണ്. ഇത്തരം ശൈലികൾ നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിച്ച് നമുക്ക് ഇല്ലാത്ത അനുഗ്രഹങ്ങളെ വിളിച്ചു വരുത്താൻ പറ്റത്തുള്ളൂ. അതായത് ഈ ലോകത്തിൽ കിട്ടാത്ത, ദൈവത്തിന് മാത്രം തരാൻ പറ്റുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ദൈവം പറയുന്ന ശൈലിയിലേക്ക് നമ്മളെ ശീലങ്ങളെ മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാർ രക്ഷിക്കപ്പെട്ട് വന്ന ആ ശീലം മാറിയില്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറയും, അത് കഴിഞ്ഞ് പാസ്റ്ററിനെ കുറ്റം പറയും, പിന്നെ സഭയെ കുറ്റം പറയും. അവരോട് ചോദിച്ചാൽ മതി. നമ്മൾ അവരോട് അരമണിക്കൂർ സംസാരിച്ചാൽ അവർ ജോലി സ്ഥലത്തെ കുറ്റം പറയും, അവർ വീട്ടുകാരെ കുറ്റം പറയും. എന്ന് വെച്ചാൽ കംപ്ലൈനിങ് സ്പിരിറ്റോടുകൂടെ വന്നവർ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ എല്ലാവരും അങ്ങനെ ആയിരുന്നു. ഞാനും നിങ്ങളും എല്ലാം നമ്മൾ ജനിച്ചപ്പം തൊട്ട് നമ്മുടെ ഉള്ളിൽ രക്തത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റണം. കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, പെറുപെറുക്കുന്നത്, അങ്ങനത്തെ ഓരോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറാൻ തക്കവണ്ണം ഇടയായിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദർശനം എഴുതണം. പ്രാർത്ഥിച്ച പോരാ, ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എഴുതണം. എഴുതി അറിയാവോ? രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് സംസാരിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ 5 വർഷം മുമ്പ് സംസാരിച്ച ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം സംസാരിച്ച് ഏറ്റവും വിഷമിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? അന്ന് നമ്മളെ സമാധാനിപ്പിച്ച് ദൈവം വിട്ട കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് എഴുതി വെക്കാൻ പറഞ്ഞേക്കുന്ന ദർശനങ്ങൾ എപ്പോഴും എഴുതി വെക്കണം. നമുക്ക് കാണാൻ പറ്റണം. അത്ര ഓർമ്മശക്തി ഉള്ളവരൊന്നും അല്ലല്ലോ നമ്മളാരോ. കണ്ണാടി തന്നെ തപ്പി നടക്കും, ഫോൺ തപ്പി നടക്കും. ഇന്നലെ എന്താ കറി വെച്ചതെന്ന് ചോദിച്ചാൽ ഇന്നലെയോ ഞാനോ അതുവരെ ഓർമ്മയില്ലാത്ത നമ്മൾ പിന്നെ ദൈവം തന്ന ദർശനങ്ങൾ ഓർക്കുവോ? നമ്മൾ ഓർക്കത്തില്ല. അതിനാ എഴുതി വെക്കേണ്ടത്. എഴുതി വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം, അത് വെച്ച് പ്രാർത്ഥിക്കണം, അത് നമുക്ക് കാണണം. കാഴ്ച അല്ല, ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളൊന്ന് മനസ്സിലുണ്ട്, രണ്ടാമത് നമ്മുടെ കൈ ഉപയോഗിച്ച് നമ്മൾ എഴുതി വെച്ചു, നമ്മുടെ കണ്ണും കൊണ്ട് അത് കണ്ടു, പിന്നെ അത് വായിക്കുമ്പോൾ നമ്മുടെ ചെവിയും കൊണ്ട് കേട്ടു, നമ്മുടെ വായ എല്ലാം ഉപയോഗിക്കുക, അവയവങ്ങളെ ഉപയോഗിക്കുക. ഒരു ദർശനത്തിന് വേണ്ടി ഉപയോഗിക്കും തോറും ആ ദർശനത്തിന് സമാപ്തിയിലേക്ക് നീങ്ങുവാൻ, ഓടുവാൻ തക്കോണം ഇടയാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവം പറഞ്ഞ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. അതെല്ലാം എഴുതി വെക്കുക. അതെല്ലാം ദൈവം അത് എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, സംഭവിക്കുന്ന അറിയത്തുള്ളൂ. എനിക്കൊരു ഡയറി ഉണ്ട്, അതിനകത്ത് കർത്താവ് എന്നോട് പറഞ്ഞതെല്ലാം ഡേറ്റ് സഹിതം എഴുതി വെച്ചേക്കുന്നത്. എന്നും മറിച്ച് നോക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ചിലത് 2 വർഷം കഴിഞ്ഞാൽ നടന്നത്, ചിലത് 3 വർഷം 4 വർഷം, ഇപ്പോഴും 5ഉം 10ഉം വർഷമായത് അവിടെ കിടപ്പുണ്ട്. അതെല്ലാം മറന്നുപോയേനെ. എഴുതിയില്ലായിരുന്നെങ്കിൽ ഞാനതൊന്നും ഓർക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ലായിരുന്നേനെ. എഴുതി അവിടെ കിടക്കുന്നത് കൊണ്ട് അയ്യോ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലേ, അത് പ്രത്യേകം പ്രാർത്ഥിക്കണമല്ലോ, ഈ അനുഗ്രഹം എനിക്ക് വേണമല്ലോ എന്ന് ഞാൻ ഓർക്കാനിടയാനെ. ചില സമയത്ത് മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആ ഡയറി എടുത്ത് നോക്കിയാൽ മതി. അന്ന് പറഞ്ഞത് നടന്നെങ്കിൽ ഇന്ന് പറഞ്ഞത് നടക്കും. അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ദൈവം നടത്തി തന്നില്ലേ. പല കാര്യങ്ങളും ദൈവം പറഞ്ഞത് നമുക്ക് ഓർത്ത് ചെയ്യാൻ, സ്തോത്രം ചെയ്യാൻ പറ്റും. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവം വീണ്ടും വീണ്ടും ചെയ്തു തരത്തുള്ളൂ. നമ്മൾ ബ്രെയിനിനെ പറ്റി ന്യൂറോ സയൻറ്റിസ്റ്റുമാർ പറയുന്നതും അത് തന്നെയാണ്. അവർ പറയുന്നത് അവർ ദൈവം എന്ന് പറയത്തില്ലല്ലോ, കാരണം എല്ലാവർക്കും ദൈവമില്ല. അതുകൊണ്ട് അവർ പറയും ഒരു ശക്തി ഉണ്ടല്ലോ, നിങ്ങളൊരു ശക്തി വിശ്വസിക്കുന്നില്ലേ, അല്ലെ ഈ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഏതോ ഒരു പുറത്തു നിന്നുള്ള ഒരു പ്രപഞ്ച ശക്തി, എന്തിനോടെങ്കിലും ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ഇരുന്ന് നിങ്ങൾ നന്ദി പറയണം. പ്രപഞ്ച ശക്തിയെ ഇന്ന് ജീവിക്കാൻ ഇടയായി, ഇന്ന് ശ്വാസം ഉണ്ടായിടയായി. നമുക്കറിയാം നമ്മുടെ ദൈവം ഇതെല്ലാം ചെയ്തെന്ന്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒരു ശക്തി ഉണ്ട് ഇതിൻ്റെ പുറത്ത്, ആ ശക്തി നമ്മളെ സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്, നന്ദിയുള്ള ഹൃദയമുണ്ടെങ്കിൽ. അങ്ങനെയാണ് ബ്രെയിനിനെ ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്.
അപ്പൊ ദൈവത്തിന് നന്ദി കൊടുത്താൽ എത്ര അധികമാണെന്നൊന്ന് ആലോചിക്കേ. പക്ഷെ ഇതൊന്നും ഓർമ്മയില്ലല്ലോ. 5 വർഷം മുമ്പ് ഉത്തരം തന്ന കാര്യം ഓർമ്മയുണ്ടോ? 3 വർഷം മുമ്പ് പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ടോ? എന്തെല്ലാം കാര്യം, കോവിഡിൽ നിന്ന് എത്ര പ്രാവശ്യം വിടുവിച്ചു, ഇതൊന്നും ഓർത്ത് നന്ദി പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊന്നും ഓർമ്മയില്ല. ഇന്നത്തെ കാര്യങ്ങള് നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ പഴയതൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് ഇതെല്ലാം എഴുതി വെച്ച് ദൈവം ചെയ്തതൊക്കെ ഡേറ്റ് ഇട്ട് നമ്മുടെ കയ്യിൽ എഴുതി വെക്കുന്ന ഒരു ബുക്കുണ്ടെങ്കിൽ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാം. നന്ദിയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ദർശനങ്ങൾക്ക് മുമ്പോട്ട് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ സഹായിക്കും. മുമ്പോട്ടുള്ള കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടി ദർശനങ്ങൾ എഴുതി വെക്കുവാനായിട്ട് വചനം പറയുന്നു. ദർശനം എഴുതി വെക്കണം. ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം തെളിവായി എഴുതി വെക്കുക. ഓടിച്ച് എന്ന് വെച്ചാൽ ഒരിക്കൽ എഴുതി വെച്ചിട്ട് അടച്ചു പൂട്ടി മുദ്രയിട്ട് വെക്കാനല്ല, ഓടിച്ച് വായിച്ചുകൊണ്ടിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും എടുത്ത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. വായിക്കുന്ന പോലെ നമ്മളത് എഴുതി വെക്കുന്നവരായിരിക്കണം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അടുത്ത ഞാൻ പറയാണ്, നമ്മൾ പ്രാർത്ഥന വിഷയങ്ങൾ പിറ്റേ ദിവസമോ കിട്ടത്തില്ല, അടുത്ത മാസമോ ചിലപ്പം കിട്ടിയെന്നിരിക്കത്തില്ല, അടുത്ത വർഷമോ കിട്ടിയെന്നിരിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കേണ്ടത്. ഈ അറിവ് നമുക്കുണ്ടാകണം. ഈ അറിവില്ലെങ്കിൽ നമ്മൾ പുറകോർക്കാൻ തുടങ്ങും. എന്താ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്ത? ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാണ്. ഒരു ലോഹം നമ്മൾ തീയിലേക്ക് ഇട്ടാൽ, ഇരുമ്പൊക്കെ ഇട്ടാൽ മുട്ടുസൂചികൾ ഉണ്ടാക്കാൻ പറ്റും. അന്നേരം കുറച്ച് കാശ് കിട്ടും. ലോഹം വാങ്ങിക്കാൻ അധികം കാശില്ലല്ലോ. ഒരു ഇരുമ്പ് കഷ്ണം എന്തെങ്കിലും വാങ്ങിക്കാൻ വലിയ കാശില്ല. അത് നമ്മൾ തീയിലിട്ട് കഴിയുമ്പോൾ മുട്ടുസൂചി എന്തെങ്കിലും ആക്കിയാൽ കുറച്ച് കാശ് കിട്ടും. അത് തീ കുറച്ച് സമയം കൊണ്ടിട്ട് അത് വർക്ക് ചെയ്യുവാണെങ്കിൽ, നെയിൽ കട്ടറോ കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കാശ് കിട്ടും. വീണ്ടും അത് തീയിലിട്ട് കുറച്ചുകൂടെ അതിന്മേൽ വർക്ക് ചെയ്യുവാണെങ്കിൽ, കമ്പ്യൂട്ടർ ചിപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ 10,000 കണക്കിന് രൂപ കിട്ടും. അപ്പം ഈ ലോഹം എത്ര സമയം തീയിൽ കിടക്കാനും ആ തീയിൽ കിടന്ന് വർക്ക് ചെയ്യുവാൻ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ വില വർദ്ധിച്ച് വരത്തുള്ളൂ. ഇതുപോലെ തന്നെ ദർശനത്തിന് അവധി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ ദൈവം തരാമെന്ന് പറഞ്ഞ കാര്യങ്ങള് നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കാതെ വരുമ്പോൾ അതൊരു അവധിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ പുറപെറുക്കാതെ, അവിടെ മത്സരബുദ്ധി കാണിക്കാതെ, അവിടെ ആത്മീയ പിന്മാറ്റത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ വർക്ക് നടക്കുവാൻ അനുവദിക്കുകയാണെങ്കിൽ മഹത്വകരമായ ഉത്തരമായിട്ട് അത് മാറുവാൻ തക്കോണം ഇടയാകും. പുറപുറക്കും തോറും ഇസ്രായേൽ മക്കൾക്ക് ഉത്തരം ലഭിക്കാൻ താമസിച്ചതുപോലെ നമ്മൾ ഉത്തരം കിട്ടാൻ താമസിക്കും. കാരണം ആദ്യം നമ്മളൊരു വർക്ക് നടത്തണം, എന്നിട്ട് ഉത്തരം തരാൻ പറ്റത്തുള്ളൂ. ആ വർക്കിനെ നമ്മൾ എതിർക്കുകയും മാറുകയും തീക്കകത്തുനിന്ന് എടുത്ത് ഓടുകയോ വേറെ ആൾക്കാരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുകയും തീ കിടക്കേണ്ടിടത്ത് പോയി വെള്ളത്തിൽ പോയി കിടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വർക്ക് നടക്കത്തില്ല. ഉത്തരം കിട്ടാനായിട്ട് താമസിക്കും. അയ്യോ, ഞങ്ങൾ വെയിലത്ത് കിടന്നോളാം, തീക്കകത്ത് കിടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയം ആ തീക്കകത്ത് കിടക്കുവാനായിട്ട് തയ്യാറാകുന്നു എങ്കിൽ അവിടെ ഒരു വർക്ക് നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. ആ സമയത്ത് നമ്മൾ പുറപുറുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിശാചിനുള്ള വാതിൽ തുറക്കപ്പെടും. കയ്പ്, പക പോലുള്ള ജഡസ്വഭാവങ്ങളാണ് പിശാചിന് ഡോറ് തുറക്കുന്നത്. ജഡസ്വഭാവം അനേക ടൈപ്പുണ്ട്, നമുക്കുണ്ട്. എന്നാൽ ചിലത് പിശാചിന് നല്ല ചാകര എന്ന് പറയും. നമ്മൾ നല്ല വളക്കൂറുള്ള മണ്ണാണ്, വേരുകളുള്ള ജഡസ്വഭാവങ്ങള്. അതാണ് കയ്പ്, ഭിന്നത, പിണക്കം. ഇതിനെല്ലാം ഭയങ്കരമായിട്ട് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ തക്കോണം ഇടയാകും. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, ദർശനങ്ങൾക്കെല്ലാം അവധിയുണ്ട്. പറഞ്ഞേ, ദർശനങ്ങൾക്കെല്ലാം അവധിയുണ്ട്. എൻ്റെ പ്രാർത്ഥന വിഷയങ്ങൾക്കെല്ലാം അവധിയുണ്ട്. അത് ഞാൻ കാത്തിരിക്കണം. അവിടെ ഞാൻ പുറപുറക്കാതെ സ്തോത്രത്തോടെ കാത്തിരിക്കണം. അതിനുള്ള ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. വിഷയം ഉത്തരം കിട്ടണമെന്നല്ല, കിട്ടുന്നിടം വരെയുള്ള ശക്തി എനിക്ക് തരണമേ കർത്താവേ. അതുവരെ ഞാൻ പോകേണ്ട പ്രോസസ്സിൽ കൂടെ ഞാൻ പോവാനായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഉത്തരം ദൈവം ആ സമയമാവുമ്പോൾ തരുവാനായിട്ട് അത് താമസിക്കത്തില്ല. അവിടെ പറയുകയാണ്, അത് താമസിക്കത്തില്ല, അത് വരും നിശ്ചയം. പക്ഷെ അതിന് അവധിയുണ്ട്.
അതിനൊരു ടൈം ദൈവം വെച്ചിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് വരുന്ന ദർശനത്തിനെല്ലാം. അപ്പം ദൈവം നിയോഗത്തോടെ നാം നിൽക്കുമ്പോൾ, ദൈവം നിയോഗമുള്ള കാര്യങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ ദൈവം കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിൻ്റെ ഉത്തരത്തിനകത്ത് ദൈവം കൂടെ ഉണ്ട്. നമ്മളൊരു കമ്പനി ജോലി ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് പൈസ ആണല്ലോ സാലറി തരുന്നത്. അതുപോലെ തന്നെ ദൈവത്തെ കൂടെ ആശ്രയിച്ച് ജോലി ചെയ്യുമ്പോൾ, ദൈവത്തോട് നമ്മൾ ബലം ചോദിച്ച് ജ്ഞാനം ചോദിച്ച് ദൈവം നാമ മഹത്വത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ, ദൈവം പറയുന്നത് പോലെ നാം ജോലി ചെയ്യുമ്പോൾ അതിനകത്ത് ദൈവം കൂടിയുണ്ട്. നമ്മുടെ കൂടെ ദൈവം കൂടി ഉള്ളപ്പോൾ ഉത്തരം വളരെ മനോഹരമായിട്ട് മഹത്വമുള്ളതായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. റോമർ 8:25 പറയുന്നു, നാം കാണാത്തതിനെ പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ക്ഷമയോടെ കാത്തിരിക്കുന്നു. പറഞ്ഞേ, ക്ഷമയോടെ കാത്തിരിക്കുന്നു. പിന്നെ മുതൽ എന്ത് ചെയ്യണം? ക്ഷമയോടെ കാത്തിരിക്കണം. വിഷയങ്ങൾക്കെല്ലാം ക്ഷമയോടെ കാത്തിരിക്കണം. ശരിയാ, സാമ്പത്തിക മേഖലകളിൽ ഉടനെ ദൈവം ചെയ്യണം, പക്ഷെ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കണം. എൻ്റെ രോഗത്തിന് ദൈവം ഇപ്പം തന്നെ സൗഖ്യം തരണം, പക്ഷെ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഇപ്പം തന്നെ മറുപടി ഇപ്പം തന്നെ ലേറ്റായി പോയെന്നാണ് കർത്താവ് എനിക്ക് തോന്നുന്നത്, പക്ഷെ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വിഷയങ്ങളിലും നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ഈ വാക്യം കാണാതെ പഠിക്കണം. നാം കാണാത്തതിനെ പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. റോമർ 8:25 വാക്യം, ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം. നമ്മുടെ ദർശനത്തെ തകർക്കുന്നത് വെളിയിലുള്ള ആരുമല്ല, നമ്മുടെ ബന്ധക്കാര്, സ്വന്തക്കാര്, അയൽവക്കക്കാര്, ജോലി, യാതൊന്നുമല്ല നമ്മുടെ ദർശനത്തെ തകർക്കുന്നത്. നമ്മുടെ ദർശനത്തെ തകർക്കുന്നത് സെൽഫ് ടോക്കാണ്. ഞാൻ എന്നോട് എന്ത് സംസാരിക്കുന്നു, അതാണ് ദർശനത്തെ തകർക്കുന്നത്. ദൈവം തന്ന ദർശനം അവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് നടക്കത്തില്ല. അത് എനിക്ക് ചെയ്തു തരുമോ? എൻ്റെ കാര്യത്തിൽ അത് ശരിയാകത്തില്ല. അല്ലെങ്കിൽ ഇവരല്ല ഇങ്ങനെ. ആകെപ്പാടെ എനിക്ക് അരിശമാതയുമേ, ആ ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ഇങ്ങനെ നമ്മളെ പറ്റി സെൽഫ് ടോക്ക്, ഞാൻ എന്നോട് എന്ത് സംസാരിക്കുന്നു എന്നെ പറ്റി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മുടെ ദർശനങ്ങളെ തകർക്കത്തുള്ളൂ. ഞാൻ എന്നോട് സംസാരിക്കേണ്ടത് ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നോട് കൂടെ ഉണ്ട്. എനിക്ക് കഴിവില്ലെങ്കിൽ ദൈവത്തിന് കഴിവ് എനിക്ക് തരാം. എനിക്ക് അതിന് ആൾപ്രാപ്തി ഇല്ലെങ്കിൽ ദൈവം ആളുകളെ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരാം. എനിക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിയേണ്ട കാര്യമില്ല, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചോളൂ. കർത്താവ് ഒരു വാക്യമുണ്ട്, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുമെന്നൊരു വചനമുണ്ട്. അപ്പൊ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തോടെ പൂർണ്ണമായി തീർത്തു തരും. അതിനകത്ത് പോയി അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? നമ്മള് കർത്താവെ അങ്ങനെ ചെയ്തു തരണം, ഇത് ഇങ്ങനെയാണ്, ഇതിന്റെ പലിശ ഇത്രയാണ്, ഇത് ഇന്ന് നടന്നില്ലെങ്കിൽ എന്തെങ്കിലും എന്ന് വെച്ചാൽ അവിടെ പറയുന്ന മഹത്വത്തോടെ, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തോടെ ദൈവം ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോ ഞാൻ പോയി അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. സ്തോത്രം ചെയ്താൽ മതി. എൻ്റെ ദൈവമേ, എനിക്കോ മഹത്വത്തോടെയോ ദൈവത്തിന്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വരാൻ പോവുകയാണോ, പൂർണ്ണമായി തീർത്തു തരുവോ, എല്ലാ വിഷയത്തിലും ഇടപെടുവോ, എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുവോ, എല്ലാം പൂർണ്ണമെന്ന് പറഞ്ഞാൽ എന്തുവാ, എല്ലാം, ഈ കാര്യവും ആ കാര്യവും ഇതും എല്ലാം ചെയ്തു തരുവോ. താങ്ക് യു ലോർഡ്. ഇതാണ് നമ്മൾ പറയേണ്ടത്. അത് ഓർക്കും തോറും തുള്ളി ചാടി വീട്ടിൽ അങ്ങ് ആരാധിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ള ഹൃദയം ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് മഹത്വത്തോടെ ചെയ്ത് തീരുവാൻ തക്കവണ്ണം ഇടയാകും. യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യണോ? ശക്തിയെ പുതുക്കും. ആരെ പോലെയാ? കഴുകനെ പോലെ. അപ്പൊ ഉത്തരം വരുമ്പോൾ നമ്മൾ ICU കിടക്കരുത്. ഉത്തരം എവിടെയാ വരുന്നത്? ICUയിൽ, വെന്റിലേറ്ററിലോ. നമ്മുടെ മനസ്സ് ശ്വാസം കിട്ടാതെ പെടഞ്ഞ് കിടക്കുന്നിടത്തല്ല ഉത്തരം വരേണ്ടത്. കഴുകനെ പോലെ പറന്ന് നടക്കുന്നിടത്ത് വേണം ഉത്തരം വരുവാനായിട്ട്. എല്ലാ കാര്യത്തിന്മേലും ഞാൻ പാൽക്കാലം ദിവസനെ പറയട്ടെ, ഒരു വിഷയത്തിൽ പോലും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു വിഷയത്തിൽ പോലും ഉത്തരം വരാതെ ഇരിക്കത്തില്ല. നമ്മെ ക്രിസ്തുവേശു ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് വാക്യം. നമ്മെ
ജയോത്സവമായി നടത്തുന്ന, ക്രിസ്തുവേശുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിന് പകരം കംപ്ലൈൻറ്റിങ് ഉള്ള ഹൃദയമാണെങ്കിൽ, പിറുപിറുപ്പുള്ള ഹൃദയമാണെങ്കിൽ ജയോത്സവം വരണമെന്നില്ല, നമ്മുടെ ഉത്തരം വരണമെന്നില്ല. അതുകൊണ്ട് മാറ്റേണ്ടി എവിടെയാണ്? സെൽഫ് ടോക്ക്. ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കണം. എന്താ എന്നെ ദൈവം എൻ്റെ പൂർണ്ണമായി തീർത്തു തരുന്നൊരു ദൈവം എനിക്കുണ്ട്. പറഞ്ഞേ, പൂർണ്ണമായി തീർത്തു തരും. കഴിഞ്ഞ ആഴ്ച ഒരു പാട്ട് പാടിയില്ലേ, എത്ര ദൂരം അല്ലേ? അങ്ങനെയല്ലേ? എന്തായിരുന്നത്? എത്ര വിട്ടുപോയല്ല അത്ര നേരം അല്ലേ? അപ്പൊ ആ പാട്ടിരിക്കുന്നത് എത്ര ദൂരം, ആ ദൂരം അങ്ങനെ തന്നെയാ പാടുന്നത് അല്ലേ? എത്ര ദൂരത്ത് നമ്മൾ പോയാലും അത്ര നേരം നമുക്ക് വേണ്ടി നിൽക്കുന്ന ദൈവം. അതേപോലെ തന്നെ പൂർണ്ണമായി തീർത്തു തരും. തന്നെ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവം എല്ലാം എനിക്കുണ്ട്. എത്ര പേർക്കുണ്ട്? അങ്ങനെയാണ് ദർശനങ്ങൾ എഴുതി വെക്കാൻ. മറന്നു പോകാനിടയാകരുത്. ഒരു ദിവസം പ്രാർത്ഥിച്ചു പിന്നെ മറന്നു പോകരുത്. എഴുതി വെക്കാൻ. എഴുതി വെച്ചിട്ട് അത് കാണാൻ. അത് ഉത്തരം എന്ന് വരുന്നു അതല്ല ഇമ്പോർട്ടൻ്റ്. അവധിയുണ്ട് ദർശനത്തിന്. അതെനിക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എൻ്റെ ദൈവം ഇത് എനിക്ക് തരാൻ ഞാൻ എന്തുണ്ട്? ഇത്രയും വലിയ കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരുമോ? അതായിരിക്കണം നമ്മുടെ സെൽഫ് ടോക്ക്. ഞാൻ എന്നോട് സംസാരിക്കുന്ന കാര്യം അത് തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? നമ്മുടെ കൂട്ടുകാരാണ് ആരാണ്? ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഞാൻ തന്നെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരാൾ, എൻ്റെ കൂട്ടുകാരും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടാണ് ഞാൻ സഹകരിക്കുന്നതെങ്കിലോ അവിടെ ഒരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല. പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂടെ നടക്കുവാണെങ്കിൽ അവരുടെ സ്വഭാവം അത്. അവർ നമ്മളെ സാരമില്ല, പ്രാർത്ഥിക്കാം, സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെയാണോ, എൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാ, അവരങ്ങനെ നിന്നെപ്പറ്റി പറഞ്ഞു, എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞോ, അങ്ങനെ കൂട്ടുകൂടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പിശാചിന് ഇടം കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കൂടെ കൂട്ടുകൂടുന്നതിന് പകരം നമ്മൾ തെറ്റിപ്പോയാലും അതിൽ നിന്ന് വലിച്ചെടുക്കുന്നവരുടെ, ആത്മീയ പിന്മാറ്റത്തിൽ പോയാലും നമ്മളെ അതിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സഹവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണെങ്കിൽ, അവരുമായിട്ട് കൂടെ നടക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു വഴി തെറ്റിയാലും അവർ പിടിച്ച് നമ്മളെ വലിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചു ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദർശനങ്ങൾ മനസ്സിലുണ്ടോ? കുഞ്ഞുങ്ങളെ പറ്റി എന്തെങ്കിലും ദർശനങ്ങൾ നമുക്കുണ്ട്? ചുമ്മാ രാവിലെ എണ്ണീറ്റ് വൈകിട്ടായി കിടന്നു അങ്ങനെയാണോ? നമ്മളെപ്പറ്റി എത്ര പ്രായമായാലെന്നാ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു നല്ല ജീവിതം നയിക്കുക, നല്ല ദിനചര്യ, നല്ല രാവിലെ എഴുന്നേറ്റ് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുക. മുറ്റത്തൊക്കെ ഇറങ്ങി കാറ്റൊക്കെ കൊണ്ട് ആ മരങ്ങളെയൊക്കെ ഒന്ന് കണ്ട്, ചെടികളെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷിക്കുക. മനസ്സ് സന്തോഷമുള്ള കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാക്കകളെ കാണുമ്പോൾ പറയുക, ദൈവം കാട്ടിലെ മൃഗങ്ങൾക്ക്, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കൊക്കെ ആഹാരം കൊടുക്കുന്ന ദൈവം, അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ഇന്നെനിക്ക് സൗകര്യമില്ല, എന്തെങ്കിലും നീ തിന്നോന്നല്ല. സിംഹത്തിന് ആഹാരം കൊടുക്കുമ്പോൾ ഇന്ന് എനിക്ക് സമയമില്ല, ഇന്ന് പുല്ല് തിന്നോന്ന് പറയുന്ന ദൈവമല്ല, അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. എത്ര മനോഹരമായിട്ടാണ് ഈ മൃഗങ്ങളെ പോറ്റി പുലർത്തുന്നതെങ്കിൽ നമ്മളെ പോറ്റി പുലർത്താതിരിക്കുവോ? ദൈവം അതിമഹത്തായി പോറ്റി പുലർത്തും. എന്നാൽ നമ്മുടെ ഉള്ളെങ്ങനെയാ? അവരൊക്കെ ഈ കോഴിക്കുഞ്ഞൊക്കെ വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ പറയാറില്ലേ, സ്തോത്രം ചെയ്യാന്ന്. അവർ ദൈവത്തിന് നന്ദി പറയുകയാണ്. വൃക്ഷങ്ങളൊക്കെ ദൈവത്തിന് നന്ദി പറയാന്നാണ് പറയുന്നത്. അവർക്കൊക്കെ അത് പറ്റും, നമുക്ക് പറ്റത്തില്ല. ഇത്രയും മനോഹരമായി നോക്കി നടത്തുന്ന നമുക്ക് ഒരു നിസ്സാര വിഷയം വരുമ്പോഴത്തേക്കും നമ്മുടെ സ്തോത്രവും സ്തുതിയും എല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് കുഴപ്പമാണ്, നമ്മുടെ മണ്ണിൻ്റെ കുഴപ്പമാണ്. അങ്ങനെ പോകാൻ സമ്മതിച്ചു കൊടുക്കരുത്. അങ്ങനെ പോയാൽ പിശാച് അവിടെ കൊണ്ടുവന്ന് വിത്തിടും. അതിന് ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കരുത്. നമ്മെ തന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ദർശനത്തോടൊപ്പം നിന്നുകൊണ്ട്
നാം മുന്നേറുന്നവരായിരിക്കണം. ഈ അനുഗ്രഹം തലമുറയെ കൈമാറിയിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. അത് കണ്ടിട്ട് വേണം പോകാനായിട്ട്. ദൈവം പകരം തരുന്ന ദൈവം. തെറ്റുപറ്റിയോ, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചോ, ശരിയായില്ലയോ, ദൈവത്തിന് വേറെ രീതിയിൽ പണിതെടുക്കാനായിട്ട് പറ്റും. കുശവന്റെ കയ്യിലെ പാത്രം ഉടഞ്ഞു പോയപ്പോഴേ മണ്ണിഷ്ടം പോലെ ഉണ്ടായിരുന്നു വേറെ പാത്രം എടുക്കാൻ. ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിനെ പിന്നെ ഉടച്ച് വീണ്ടും ഒരു പാത്രം ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ എളുപ്പമായിരുന്നു വേറെ ഒരു കളിമണ്ണും കൊണ്ട് പാത്രം ഉണ്ടാക്കാൻ. പക്ഷെ അത് ചെയ്തില്ല. ആ പാത്രം എടുത്തുകൊണ്ട് പോയി മനോഹരമാക്കിയതുപോലെ ദൈവം അത് ആ ഉദാഹരണം കാണിച്ചു തന്നിട്ട് പറയുക, ഇതുപോലെ ഞാൻ നിങ്ങൾ എൻ്റെ മിസ്റ്റേക്ക് ചെയ്താലും, നഷ്ടപ്പെട്ടു പോയാലോ, എത്ര ദൂരം മാറിപ്പോയി നിന്നാലോ, സെയിം അത്ര നേരം നിങ്ങളെ തന്നെ നോക്കി നിന്നുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളെ മാറ്റി നിങ്ങളെ ശരിയാക്കി എടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല, ഒരു ലജ്ജയുടെ ആവശ്യമില്ല, ഒരു തലകുനിയേണ്ട ആവശ്യമില്ല, പുറകിലോട്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ സന്നിധിയിൽ ഏത് സമയത്തും ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റണം. പിശാചാണ് നമ്മളെ ലജ്ജയും കുറ്റബോധവും എല്ലാം നമ്മുടെ ഉള്ളിൽ വിത്തുകൾ കൊണ്ടുപോയിടുന്നത്. 1% പോലും തലകുനിയാതെ വേണം ദൈവസന്നിധി നാം നിൽക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.